കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ചുങ്കക്കാരും പാപികളുമെല്ലാം യേശുവിൻ്റെ വാക്കുകൾ കേൾക്കുവാൻ അടുത്ത് വന്നുകൊണ്ടിരുന്നു. ഫരിസേയരും നിയമജ്ഞരും പെറുപെറുത്തു, ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. അവൻ അവരോട് ഈ ഉപമ പറഞ്ഞു: നിങ്ങളിൽ ആരാണ് തനിക്ക് 100 ആടുകളുണ്ടായിരിക്കെ അവയിലൊന്ന് നഷ്ടപ്പെട്ടാൽ 99 മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോളം തേടിപ്പോകാത്തത്? കണ്ടുകിട്ടുമ്പോൾ സന്തോഷിച്ച് അതിനെ തോളിലേറ്റുന്നു. വീട്ടിലെത്തുമ്പോൾ അവൻ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ച് കൂട്ടിപ്പറയും: നിങ്ങൾ എന്നോടുകൂടി സന്തോഷിക്കുവൻ, എൻ്റെ നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഏത് സ്ത്രീയാണ് തനിക്ക് 10 നാണയമുണ്ടായിരിക്കെ അതിലൊന്ന് നഷ്ടപ്പെട്ടാൽ വിളക്ക് കൊളുത്തി വീട് അടിച്ചു വാരി അത് കണ്ടുകിട്ടുവോളം ഉത്സാഹത്തോടെ അന്വേഷിക്കാത്തത്? കണ്ടുകിട്ടുമ്പോൾ അവൾ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചു കൂട്ടി പറയും: എന്നോടുകൂടെ സന്തോഷിക്കുവൻ, എൻ്റെ നഷ്ടപ്പെട്ട നാണയം വീണ്ടും കിട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. വിശ്വമിശിഹായിലേറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മൾ വായിച്ചു കേട്ട 2 വചനഭാഗങ്ങളിലും നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തെക്കുറിച്ചാണ്. ദൈവം ഇതുപോലെ സ്നേഹം ചൊരിയുമ്പോൾ ഒരു ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ ഒരു ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് ഇതുപോലെ സ്നേഹിക്കുന്ന ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക. പൗലോസ്ലീഹ റോമാക്കാർക്കെതിരെ ലേഖനത്തിൽ പറയുന്ന കാര്യം ഇത് തന്നെയാണ്. അതായത് ജീവിക്കുന്നുണ്ടെങ്കിൽ ഈശോയ്ക്ക് വേണ്ടി, മരിക്കുന്നുണ്ടെങ്കിലും ഈശോയ്ക്ക് വേണ്ടി. അപ്പോൾ ആ ഒരു വലിയ കാഴ്ചപ്പാടിൽ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുക. നമ്മളിന്ന് വായിച്ചു കേട്ട സുവിശേഷത്തിലൂടെ നമ്മൾ കണ്ടോടിക്കുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ 2 പ്രധാനപ്പെട്ട ഉപമകൾ ഈശോ പറയുകയാണ്. അതായത് പാപികളും ചുങ്കക്കാരുമൊക്കെ ഈശോയുടെ അടുക്കലേക്ക് ഈശോയെ കേൾക്കുവാനും ഈശോയെ കാണുവാനും ഈശോയുടെ കൂടെയായിരിക്കുവാനും ആശ്വാസം പങ്കിടുവാനും ഒക്കെ ആയിട്ട് കടന്നു വന്നപ്പോൾ അത് ഇഷ്ടപ്പെടാതിരുന്ന ഒരു കൂട്ടം ആളുകളെയും അവിടെ കാണുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ ആയിട്ട് ഈശോ പ്രധാനപ്പെട്ട 2 ഉപമകൾ പറയുകയാണ്. അതായത് കാണാതെ പോയ ആടിൻ്റെ ഉപമയും കാണാതെ നഷ്ടപ്പെട്ടു പോയ നാണയത്തിൻ്റെ ഉപമയും. നമുക്കറിയാം, നമ്മളിതെല്ലാം ഈ വചനഭാഗങ്ങൾ വായിച്ച് ഹൃദയസ്ഥമായി നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയ വചനഭാഗങ്ങളാണ്. നല്ല ഇടയനായ ഈശോയെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു വലിയ ആശ്വാസമാണ്. പക്ഷേ ഈ ഒരു വചനഭാഗം നമ്മൾ ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ നമുക്കൊരു കിട്ടുന്ന ആശ്വാസത്തെക്കാൾ ഉപരിയായിട്ട് നമുക്കുണ്ടാകേണ്ടത് ക്രിസ്തുവിലുള്ള ആ ഒരു സ്നേഹം നമ്മുടെ വർദ്ധിക്കണം. ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം, ക്രിസ്തുവിൻ്റെ സ്നേഹം മനസ്സിലാക്കി ആ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ വർദ്ധിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. സാധാരണ മനുഷ്യൻ്റെ ചിന്താഗതികൾക്കൊക്കെ വിപരീതമായിട്ടാണ് ദൈവം ചിന്തിക്കുന്നത് എന്ന് ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. 99 മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ തേടിപ്പോകുന്നതും കണ്ടുകിട്ടി കഴിയുമ്പോൾ സന്തോഷിക്കുന്നവനുമായ ഒരു ദൈവത്തിൻ്റെ ചിത്രം, നല്ല ഇടയൻ്റെ ചിത്രം ലൂക്കാസ് സുവിശേഷകൻ വരച്ച് കാട്ടുകയാണ്. നമുക്കറിയാം, പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എന്നാ ഒന്നല്ലേ പോയുള്ളൂ, കുഴപ്പമില്ല, ബാക്കി 99 ഉണ്ടല്ലോ എന്നുള്ള ചിന്താഗതി നമ്മുടെ മാനുഷികമായ ചിന്താഗതിയാണ്. പക്ഷേ ദൈവത്തിൻ്റെ ചിന്താഗതി ഈ 100 ഒന്നുപോലും നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് വീണ്ടും വചനം പറയുകയാണ്, അനുതപിച്ച് തിരിച്ചു വരുമ്പോൾ ഒത്തിരിയേറെ സന്തോഷം ദൈവരാജ്യത്തിലുണ്ടാകും. അതായത് അനുതപിച്ച് ഒരു പാപി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരുമ്പോൾ സ്വർഗത്തിലും അതുപോലെ തന്നെ ദൂതന്മാരുടെ ഇടയിലും വലിയ സന്തോഷമുണ്ടാകും. അതായത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത ഇവിടെ എടുത്തു കാണിക്കുകയാണ്. അതായത് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പാപം ചെയ്തിട്ട് തിരിച്ചു വന്നു കഴിയുമ്പോൾ, അനുതപിച്ച് തിരിച്ചു വരുമ്പോൾ 2 കൈ നീട്ടി സ്വീകരിക്കാൻ തയ്യാറായ ഒരു ദൈവത്തെ ഈശോ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്.
അവൻ്റെ പഴയ ജീവിതകാലത്തെ ഓർത്ത് അവനെ കുറ്റം പറയുകയോ വിധിക്കുകയോ ചെയ്യുന്ന ഒരു ദൈവത്തെ അല്ല, മറിച്ച് അവനെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു ദൈവം. അവിടെ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ സംവിധാനങ്ങളെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് വചനത്തിൽ നമുക്ക് കാണാൻ പറ്റും. രണ്ടാമത്തെ ഉപമയിൽ നഷ്ടപ്പെട്ടു പോയ നാണയത്തിൻ്റെ ഒരു ഉപമ. ഒരാൾക്ക് 10 നാണയം ഉണ്ട്. ഒരു സ്ത്രീ അന്ന് ഒന്ന് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അവൾ പെരക്കയാവും എല്ലാം അടിച്ചു വാരി അത് അവസാനം കണ്ടെത്തും. ഒരു സ്ത്രീയെ ഈ ഒരു കാര്യത്തിലേക്ക്, ഈ ഒരു ഉപമയിലേക്ക് ഈശോ കൊണ്ടുവരികയാണ്. കാരണം എന്താണ്? അവൾക്ക് ഇതിനകത്ത് ഒന്ന് കാണാതെ പോയ ഒരു കാര്യം തിരിച്ചു കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷ പ്രകടനം അത് കൃത്യമായിട്ട് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ്. ആണുങ്ങളാണെങ്കിൽ ഒന്ന് താഴെ പോയോ, അന്ന് അടുത്ത പ്രാവശ്യം ക്ലീൻ ചെയ്യുമ്പോൾ എടുത്തേക്കാം എന്ന് നമ്മൾ ചിന്തിക്കും, ആണുങ്ങൾ ചിന്തിക്കും. അതേസമയത്ത് സ്ത്രീകൾക്ക് അതൊരു വലിയ സന്തോഷമാണ്. അപ്പോൾ ഇതിലും വലിയൊരു സന്തോഷം കാണിക്കാൻ വേണ്ടിയാണ് ആ ഒരു കാണാതെ പോയ നാണയത്തിൻ്റെ ഉപമയിൽ ഒരു സ്ത്രീയെ ഈശോ കൊണ്ടുവരിക. അതായത് ഒരു വലിയ മാതൃത്വത്തിൻ്റെ ഒരു സ്വഭാവം ദൈവത്തിലുണ്ട് എന്ന് കൃത്യമായിട്ട് ഈശോ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് ഉപമകളിലൂടെയും ദൈവം പറയുന്നത് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പാപം ചെയ്തോ കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നവരായിട്ട് മാറണമെന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതങ്ങളെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ദൈവത്തിലേക്ക് അടുക്കുവാനായിട്ട് പാപം ചെയ്തു പോലെ ഈശോയെ നിൻ്റെ അടുക്കലേക്ക് എനിക്ക് തിരിച്ചു വരണമെന്നൊരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ എപ്പോഴുമുണ്ട്. പക്ഷേ ഈ ആഗ്രഹത്തെ ഇല്ലാതാക്കാനായിട്ടാണ് പലപ്പോഴും സാത്താൻ ഏറ്റവും കൂടുതൽ പരിശ്രമിക്കുക. അതുകൊണ്ട് കരുണയുടെ കുദാശകളായ വിശുദ്ധ കുർബാനയും കുമ്പസാരത്തെയും ഒക്കെ അതിൽ നിന്നൊക്കെ മനുഷ്യനെ അകറ്റുവാനായിട്ടാണ് സാത്താൻ ഏറ്റവും കൂടുതൽ പരിശ്രമിക്കുക. സാത്താൻ്റെ ഏറ്റവും വലിയ പ്രലോഭനം, അതായത് മനുഷ്യവംശമൊന്നും രക്ഷയുടെ പാതയിലേക്ക് കടക്കാതെ ദൈവത്തിൽ നിന്ന് അകന്നും ജീവിക്കണം. പ്രിയപ്പെട്ടവരെ, ഓരോ വിശുദ്ധ കുർബാനയിലും കുമ്പസാരത്തിലും നമ്മൾ അനുതാപത്തോടെ കർത്താവിൻ്റെ കരുണയെ സമീപിക്കുമ്പോൾ കർത്താവ് രണ്ട് കൈ നീട്ടി നമ്മളെ സ്വീകരിക്കുന്നു. ഏറ്റവും അധികം സന്തോഷം സ്വർഗരാജ്യത്തിലുണ്ടാകുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ആ ഒരു സന്തോഷത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ക്രിസ്ത്യാനികളായിട്ട് നമ്മുടെ ജീവിതങ്ങൾ മാറണം. ഒരു ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ ഒരു ജീവിത ലക്ഷ്യമെന്ന് പറയുന്നത് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വലിയ ദൗത്യത്തിൽ നമുക്ക് വേണ്ട കൃപകളും അനുഗ്രഹങ്ങളും ഒക്കെ ലഭിക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളും നമ്മുടെ എല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത്, കർത്താവെ, പാപം ചെയ്യാതെ നിൻ്റെ സ്നേഹത്തിൽ ജീവിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ എന്ന് ഇന്ന് വിശുദ്ധ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.